ഒരു സെലിബ്രിറ്റിയെ ഇന്റർവ്യൂ ചെയ്യുകയാണ്. ലജ്ജാവതിയെ എന്റെ കള്ളക്കട കണ്ണിൽ തൊട്ടൊരു മിന്നാട്ടെ ഏതൊട്ടാവാടി പെൺമാനെ. വണ്ടിയിൽ കൊണ്ടുവിടാം, നമുക്ക് ഒരുമിച്ച് പോകാം. നോ ഈ പരിപാടിക്കാണെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. നിങ്ങളൊക്കെ വേറെ ആരെങ്കിലും നോക്കി ഈ പരിപാടിക്കൊക്കെ പോയി പണി നോക്കി. വേറെ പണിയൊന്നുമില്ല നമുക്ക്. ഒരു രസകരമായ ഇന്റർവ്യൂവും അതിനിടയിൽ നടന്ന സംഭവബഹുലമായ സംഭവങ്ങളുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. അങ്ങനെ വണ്ടിയെടുത്ത് സെലിബ്രിറ്റിയെ കാണാൻ നേരെ വിട്ടു. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന സമയം 5 മണിയാണ്. 4:30 തന്നെ എത്തുന്ന തരത്തിൽ നമ്മൾ പുറപ്പെട്ടു. കറക്റ്റ് ലൊക്കേഷനിൽ ചെന്ന് അദ്ദേഹത്തെ വിളിച്ച് ഒടുവിൽ ആ മഹാനായ വ്യക്തിയെ നമ്മൾ കണ്ടുമുട്ടി. സോഷ്യൽ മീഡിയയിലെ റിയൽ ഹീറോ ടർബോ കിംബോയ്. ഇന്റർവ്യൂവിനിടെ ക്ഷീണിക്കാതിരിക്കാൻ വേണ്ടി 5 രൂപയുടെ വെള്ളമൊക്കെ വാങ്ങി കൊടുത്തിട്ടാണ് തുടങ്ങിയത്. അയ്യോ ദാരിദ്ര്യം. അപ്പൊ എന്തായാലും നമ്മൾ കാണാൻ വന്ന ആൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും വിളിക്കാം. അറിയാമല്ലോ കിംബോയ്. അതാണ് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. എന്നാലും പരിചയപ്പെടുത്തുകയാണ്, നമ്മുടെ സ്വന്തം കിംബോയ് ആണ് ഇത്. കിംബോയ് പാൽക്കുറിയിലെ കിംബോയ്. അതാണ് കിംബോയ്. അതാണ്. അപ്പോഴത്തേക്ക് എറണാകുളത്ത് വന്ന കിംബോയ് വനിതാ തിയേറ്റർ. വനിതാ തിയേറ്റർ. రెడ్డి రాజశేఖర రెడ్డి వెంకటేశ్వర రాజశేఖర రెడ్డి యదుగురి వెంకటేశ్వర రాజశేఖర రెడ్డి അല്ലേ? അതുവഴിയാണ് നമ്മൾ ഫേമസ് ആവുന്നത്. അങ്ങനെയാണ് ഞാൻ ഫേമസ് ആവുന്നത്. ഏത് സിനിമയായിരുന്നു? ഞാൻ ഫേമസ് ആവുന്ന ആദ്യം തന്നെ, പക്ഷെ കൂടുതൽ വൈറലാവുന്ന അതിലാണ്. ഞാൻ ഇതിനുമ്പ് ഞാൻ വൈറലായിട്ടുണ്ട്, ബാഹുബലിയൊക്കെ ചെയ്തിട്ട്. അങ്കമാലിയിലത്തെ പ്രധാനമന്ത്രി എന്റെ അമ്മാനാണ്, അങ്ങനോട് പറഞ്ഞ കാശ് അയച്ചു തരുന്നു അവര് പറഞ്ഞില്ലേ നിങ്ങൾക്കൊന്ന് ഫോൺ ചെയ്ത് അങ്കമാലിയിലെ അമ്മാവൻ ആരാന്ന് പറഞ്ഞു. ബാഹുബലിയൊക്കെ ചെയ്തിട്ട്. മോനെ സോറി ഒരു ഗ്യാപ്പ് കണ്ടപ്പോ ഗോൾഡിക്കാൻ നോക്കിയത്. റീൽസിൽ കൂടെ വൈറലായിട്ടുണ്ട്. ബാഹുബലിയുടെ അതേ രീതിയിൽ ഞാൻ തന്നെ അങ്ങ് 2 അങ്ങ് ചെയ്തത്. ആ വീഡിയോ കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവും. ഇപ്പൊ കറക്റ്റ്, അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. അതൊക്കെ നമുക്ക് ഇവിടെ ഒന്ന് കാണിക്കേണ്ടി വരും എന്തായാലും. എന്നാലും നമുക്ക് പ്രേക്ഷകർക്കൊന്ന് കാണിച്ചു കൊടുക്കണം. നമ്മുടെ കഴിവും എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അറിയിച്ചു കൊടുക്കണം. കഴിവുകൾ പലതും ഞാൻ പ്രദർശിപ്പിക്കുന്നതായിരിക്കും. ഫസ്റ്റ് സിനിമ ഏതായിരുന്നു? മറ്റേ റിവ്യൂ ചെയ്തത് ടർബോയില അല്ലേ? ആ തിയേറ്ററിലാണ് അപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതിലെ വീഡിയോ ഒക്കെ ഒരുപാട് വൈറലായി. അങ്ങനെയാണ് ഒരുപാട് ആൾക്കാർ നമ്മുടെ പുള്ളിയെ അറിഞ്ഞു തുടങ്ങിയത്. പിന്നെ പല പടത്തിനൊക്കെ ചിലതിനൊക്കെ പോയി റിവ്യൂ പറഞ്ഞു, പലതിനും പോയി. ഈയിടയ്ക്ക് ഞാനൊരു റീൽസ് തുറന്നായിരുന്നു, ചാടി അടിക്കും കിംബോയ് അങ്ങനെയൊക്കെ ആ സാധനം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് നല്ല റീച്ചായിരുന്നു ആ സാധനം. അത് ഒരുപാട് പേര് പോസിറ്റീവ് നെഗറ്റീവ് കമന്റ് ഇഷ്ടംപോലെ ഇട്ടേക്കണ ഞാൻ കണ്ടിരുന്നു. അത് ശരിയാണ്. അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതൊന്ന് സാധനം നമുക്ക് ഒന്നുകൂടെ ഒന്ന് പ്രേക്ഷകർക്ക് മുമ്പിൽ ഒന്ന് കാണിക്കാൻ പറ്റുമോ, ഒന്ന് പറഞ്ഞ് ചെയ്യാൻ പറ്റുമോ? ആ ഒരു ചാടി അടിക്കും മലർത്തി അടിക്കും എന്നുള്ള ആ സാധനം എല്ലാവരും കണ്ടോടാ എന്റെ ശിഷ്യന്റെ പുതിയ ഐറ്റം. ചാടിയടിക്കും കിംബോയ്, മലർത്തിയടിക്കും കിംബോയ്, കയറ്റിയടിക്കും കിംബോയ്, പറത്തിയടിക്കും കിംബോയ്, പൊങ്ങിപ്പറക്കും കിംബോയ്, പറന്നുയരും കിംബോയ്, തൂക്കിയെറിയും കിംബോയ്, ചുഴറ്റിയെറിയും. അതാണ് കിംബോയ്. നിന്നടിക്കും, ഇരുന്നടിക്കും, ചാടിയടിക്കും, പറത്തിയടിക്കും. കിംബോയ് അടുത്ത് കളി വേണ്ട. നിങ്ങൾ വനിതാ തിയേറ്ററിൽ പോയതിനു ശേഷം എന്തോ വിലക്ക് കിട്ടിയെന്നോ അങ്ങനെ എന്തോ ഒരു സംഭവം ഞാൻ കമന്റിലൂടെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു, ട്രോളിന്റെ. അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് പറയാം, എന്താണ് സംഭവം? അത് കിംബോയ് ഒന്ന് ചാടിത്തുള്ളിയൊക്കെ ഒന്ന് സ്റ്റൈലൊക്കെ കാണിച്ചു. ചിലപ്പോ ഇനി അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇനി അവർക്കൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് അവർക്ക് തോന്നിക്കണം. വരുന്ന സെലിബ്രിറ്റികൾക്കും അവർക്കൊക്കെ അത്ര ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ലല്ലേ. അതൊക്കെ ഉദ്ദേശിച്ചായിരിക്കും ഈ ഓണർ വരണ്ടെന്ന് പറഞ്ഞത്. ഇനി ഇവിടുന്ന് പടം കാണാക്കൂല, ഇറങ്ങി പോകാൻ പറഞ്ഞത്. പക്ഷെ അങ്ങനെ പറയുന്നതും ശരിയുള്ള കാര്യമില്ലല്ലോ. കാരണം ടിക്കറ്റ് എടുത്ത് വരുന്നവർക്ക് ഒരു വിലയില്ലല്ലോ. നമ്മൾ പൈസ കൊടുത്തിട്ടാണ് പടം കാണാൻ വരുന്നത്. ഇപ്പൊ കിംബോയ്ക്ക് എത്ര വയസ്സുണ്ട്? കിംബോയ്ക്ക് ഇപ്പൊ ഒരു 37-38 കറക്റ്റ്. ഗൾഫിലായിരുന്നു. അതായത് എന്ത് ജോലിയായിരുന്നു അവിടെ? ഞാൻ അവിടെ ഹോട്ടൽ മാനേജ് പഠിച്ചാൽ പോയത്. അവിടെ ഞാൻ ക്യാമ്പസ് ആയിരുന്നു. പിന്നെ കാറ്ററിംഗ് ജോബൊക്കെ, കുക്ക് അങ്ങനെയൊക്കെയുള്ള ജോലിയൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാം ചെയ്തിട്ടുണ്ട്. ഒരുപാട് വർഷം അവിടെ നിന്നിട്ടുണ്ടോ? 9 വർഷം നിന്നാ. സൗത്ത് ആഫ്രിക്കയും പോയി, അവിടെ 1 വർഷം നിന്നു. അവിടെ ഇതിന്റെ പരിപാടി തന്നെ.
അപ്പോൾ ഇവിടെ ഇപ്പോൾ നാട്ടിൽ ആരൊക്കെയാണുള്ളത് വീട്ടിൽ? വീട്ടിൽ ഞാനും അമ്മച്ചിയും ഉണ്ട്. അപ്പോൾ ഇനി ഭാവിയിൽ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അതായത് ഭാവിയിൽ കിംബോയ്ക്ക് ഇനിയുള്ള ആഗ്രഹം ഭാവിയിൽ ഇനിയുള്ള ആഗ്രഹം ബിഗ് ബോസിൽ കയറണമെന്ന് ബിഗ് ബോസ് കിംബോയ്ക്ക് അതിയായ ആഗ്രഹമുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്ത് എന്തായാലും നമ്മുടെ ഏഷ്യാനെറ്റിന് മുമ്പ് എത്തിക്കുമെന്ന ഒരു ആഗ്രഹം എനിക്കുണ്ട്. അതാണ് എന്തായാലും നമ്മളെ ഈ വീഡിയോ കാണുന്നവർ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ കിംബോയ്ക്ക് ബിഗ് ബോസിൽ കയറണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ട്. അപ്പം നമ്മൾ ചെറിയ ആഗ്രഹങ്ങളൊക്കെ എല്ലാവർക്കും കഴിയുന്നത് പോലെ നമ്മൾ ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാവരും കാണുന്നവർ എല്ലാവരും ഒന്ന് ഈ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇത് മാക്സിമം ആളുകളിലേക്കൊന്ന് എത്തിക്കാൻ വേണം. പിന്നെ അതുപോലെ സിനിമയിൽ നല്ലൊരു ചാൻസ് കിട്ടുമെന്നാണ് പ്രതീക്ഷ. ആരും വിളിക്കുമെന്നാണ് കിംബോയുടെ പ്രതീക്ഷ. അപ്പോൾ നമ്മൾ ഇനി ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ കുറേ പേര് അറിയും. അപ്പോൾ ഈ ഇടയ്ക്ക് തന്നെ ഒരുപാട് പേർക്ക് അങ്ങനെ ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ റീൽസ് ചെയ്തിട്ടാണെങ്കിലും വീഡിയോ ചെയ്ത് വൈറലായ ഒരുപാട് ആൾക്കാർക്ക് ചാൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതേപോലെ നമ്മുടെ കിംബോയ്ക്കും കിട്ടുമെന്ന് നമുക്ക് നല്ലൊരു പെർഫോം കാഴ്ചവെക്കാക്കുന്നു. നല്ല രീതിയിൽ അഭിനയിക്കാൻ കഴിയുമെന്നാണ് കിംബോയുടെ പ്രതീക്ഷ. കഴിയുമെന്ന് കരുതുന്നു. കല്യാണം എന്നൊരു ചിന്ത അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ ആലോചിക്കുന്നുണ്ടോ? അതോ കല്യാണം എന്ന് പറയുന്ന ചിന്ത ഉണ്ട്. പക്ഷെ ഗൾഫിലൊക്കെ ആയതുകൊണ്ട് ഇടയ്ക്കൊന്നും കല്യാണം കഴിക്കാൻ പറ്റിയില്ല. അങ്ങനെ പലതും മുടങ്ങിപ്പോയിട്ടുണ്ട്. ജോലി തിരക്കും അങ്ങനെയൊക്കെ പോയി. പ്രായം കുറച്ച് ആണെന്ന് അറിയാം. 37-38 വയസ്സായിരിക്കുമ്പോഴേക്കും അത് നമുക്കറിയാം. പല കാര്യങ്ങൾ കൊണ്ട് അത് നടന്നില്ല. അപ്പോൾ നല്ലൊരു കുട്ടി വന്നാൽ സ്വീകരിക്കും. നല്ലൊരു കുട്ടി വരട്ടെ, കിംബോയുടെ ജീവിതത്തിൽ വരുമെന്നാണ് കിംബോയുടെ പ്രതീക്ഷ. എന്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, എന്റെ വീഡിയോയിൽ സപ്പോർട്ട് ചെയ്യുന്ന നല്ലൊരു നല്ല ഒരാൾ കടന്നു വരട്ടെ. ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് പാടാൻ പറ്റുമോ? പഴയൊരു പാട്ടുണ്ടാവും, പഴയൊരു അടിച്ചുപൊളി പാട്ടുണ്ടായിരുന്നല്ലോ പണ്ട് 2003 ഇറങ്ങിയ ഫോർത്ത് ഓഫ് പീപ്പിൾ എന്ന് പറയണം. ലജ്ജാവതി എന്ന് കിംബോ ഇന്ന് പാടി നോക്കട്ടെ. ലജ്ജാവതിയെ എന്റെ കള്ളക്കട കണ്ണിൽ, ലജ്ജാവതിയെ എന്റെ കള്ളക്കട കണ്ണിൽ, താഴമ്പൂവോ താമരത്താരോ തേനോ തേന്നിലാവോ, മാമഴമുത്തോ മല്ലിക്കുറുന്തോ മീനോ മാരി വില്ലോ, തൊട്ടൊരും പിന്നാട്ടെ ഏതൊട്ടാവാടി പെൺമാനെ, മാനസക്കൊട്ടാര കെട്ടിലൂതിക്കുന്ന റോജ രാജറാണി, റോജ രാജറാണി, ലജ്ജാവതിയെ റോജ രാജറാണി, ലജ്ജാവതിയെ എന്റെ കള്ളക്കാട കണ്ണിൽ, ലജ്ജാവതിയെ എന്റെ കള്ളക്കാട കണ്ണിൽ, ഓ ടിങ്ക ടിങ്ക മഞ്ഞിൽ കുളിക്കുമാ ഇല്ലോളം തുമ്പിലെ ചില്ലാരത്തുള്ളി നമ്മൾ കോർത്തു നിന്നതോർത്തു ഞാൻ, കന്നാലി മേച്ചു നമ്മൾ മഴ നനഞ്ഞതോർത്തു ഞാൻ, അപ്പൂപ്പൻ താടിയ മേൽമീശ വച്ചു നീ രാജാതി രാജവേഷം വിട്ടമെന്നും ഓർത്തു ഞാൻ, മധുരമാ നിമിഷം മധുരമീ നിമിഷം ഏതൊരിന്ദ്രജാലമിന്നു കളമിടും പ്രണയമായി. എന്തെങ്കിലും ഒരു കഴിവ് എന്താണെന്ന് വെച്ചാൽ നമുക്കൊന്ന് കാണിക്കാവോ നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്? ഞാനിപ്പോ ഒരു കഴിവ് കാണിക്കും. ചൂണ്ട നിൽക്കുന്ന ഒരാള്, അതാണ് നമ്മുടെ പോത്തുകുട്ടായി. അവനെ ഞാനിപ്പോ പിടിക്കാൻ പോകുന്നതായിരിക്കും. ഓടി കണ്ടില്ലേ, ഓടി കണ്ടില്ലേ, ഓടി കണ്ടില്ലേ, എങ്ങനെയുണ്ട്? വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ചതാ. പാളി ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇതാണ് കിംബോയുടെ കഴിവ്. ഇതിത്തിരി കൂടിപ്പോയി, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇനി എന്തായാലും ഞാൻ പറയത്തില്ല. കഴിവ് ഇനി കാണാനുള്ളൂ. ഇനി ഒന്നും കൂടെ ഉണ്ട്, ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. അയ്യോ വേണ്ട 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 വേണ്ട, മതി 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 മതി, വേണ്ട വേണ്ട, മതി മതി മതി. ബാബാ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. ഇതേപോലെ പബ്ലിക്കിൽ ഇറങ്ങിയിട്ട് എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടോ? വല്ല പണി കിട്ടിയിട്ടുണ്ടോ? പോലീസ് കേസ് അങ്ങനെ എന്തെങ്കിലും? പബ്ലിക്കിൽ ഞാൻ പലതും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഡാൻസും ഇങ്ങനെയൊക്കെയുള്ള സ്റ്റൈലുകളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് പബ്ലിക്കിൽ പലയിടത്തും. ഞാൻ ഇങ്ങനെ ടൗണിൽ, എറണാകുളത്ത് ടൗണിൽ മധ്യത്ത് നമ്മുടെ മെട്രോയുടെ പിള്ളേർ പാലാരി വട്ടത്തിൽ അവിടെ നിന്ന് നമ്മൾ കുറേ ചെയ്ത് കുറേ ഐറ്റങ്ങൾ നമ്മൾ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും പോലീസ് നോക്കിയ അങ്ങനെയൊക്കെയുള്ള കേസാവി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇത്രയ്ക്കൊന്നും. അതാണ് കുഴപ്പമില്ലല്ലോ. ഏതാണ് ട്രോളൊക്കെ വരും ഇതിൽ. അതിന് കുഴപ്പമൊന്നുമില്ല. ട്രോളൊന്നും തരികയല്ലോ.